ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളത് 29ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ രണ്ട് ഭിന്നസംഖ്യ, വ്യത്യസ്ത ഭിന്നസംഖ്യകളുടെ തുക കാണാനാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വ്യത്യസ്ത സംഖ്യകളുടെ വിഭജനം പഠിക്കാം, ഡിഫറൻസ് പഠിക്കാം. അപ്പം നമുക്കൊരു ഉദാഹരണമായിട്ട് 7/12 പ്ലസ് 8/15. 7/12ഉം 8/15ഉം കൂടെ സം ചെയ്യണം, അതിൻ്റെ തുക കാണും. അപ്പോൾ ഛേദങ്ങൾ വ്യത്യസ്തങ്ങളാണ്, അംശങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ LCM ഉപയോഗിച്ച് നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം, ലസാഗു ഉപയോഗിച്ച് നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യം കൊണ്ട് നമുക്ക് ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. 12, 15 ഇതിൻ്റെ LCM. രണ്ട് സംഖ്യ നമുക്ക് 3 കൊണ്ട് ചെയ്യണം. 4 3 12, 5 3 15. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുന്നത് 3 4 5. ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 4നെ പിന്നെ എത്ര ചെറുതാക്കിയാലും ഇതേ നമ്പർ 4 തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഒരു പ്രൈം നമ്പർ നമ്മൾ LCM കാണാൻ ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ ഒരു പ്രൈം നമ്പർ വന്നാൽ നമുക്ക് ആ ക്രിയ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിവിടെ 4 എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുമ്പോൾ വീണ്ടും 4 തന്നെ വരും. അപ്പം നമുക്കിവിടെ നോക്കാം 4 3 12 12 5 60. ഇതാണ് LCM. അപ്പോൾ നമുക്കിവിടെ LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 12ൻ്റെയും 15ൻ്റെയും LCM നമുക്ക് കോമൺ ആയിട്ട് 60 തന്നെ എടുക്കാം, 60. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ LCMത്തിൻ്റെ 1 60 എന്ന് പറയുന്ന LCMത്തിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കാം, 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12, ഇത് രണ്ടുകൂടെ ഗുണിക്കുമ്പോൾ 12, ബാക്കി എത്ര 5 വരും. ആ 5 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 5 പ്ലസ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 3 15 പോയിട്ട് ബാക്കിയതാ 4. ആ 4 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 4 ഈസ് ഈക്വൽ ടു 7 5 35 പ്ലസ് 8 4 32 60. 5 2 7 3 3 6 ബൈ 60. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഇടാം. ഒരു പ്രാവശ്യം 60 7 1 67. ഇതാണ് നമ്മുടെ ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ സം അഥവാ തുക. 12 7 അധികം 15 8. കഴിഞ്ഞ നമ്മൾ LCM ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ തുക കണ്ടത്, ലസാഗു ഉപയോഗിച്ച്. അതേ കണക്ക് തന്നെ നമ്മൾ ഇക്വലൻ്റ് ഫ്രാക്ഷൻ ഉപയോഗിച്ച്. ഇക്വലൻ്റ് ഫ്രാക്ഷൻ അറിയാമല്ലോ, സമാന ഭിന്നങ്ങൾ, ഇക്വാലൻ്റ് ഫ്രാക്ഷൻസ്. ഇത് ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പം ഒരേ കണക്ക് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യണം. അപ്പോൾ നോക്കാം, ഇവിടെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ കാണാന്ന് പറഞ്ഞാൽ 12 7ൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ, അതേപോലെ 15 8ൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ. അപ്പോൾ ഇക്വലൻ്റ് ഫ്രാക്ഷൻ കാണാനും നമ്മളോട് എന്ത് ചെയ്യണം, LCM കണ്ടുപിടിക്കണം. 12 15. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ LCM കണ്ടതുപോലെ 3 4 3 12 5 3 15. അപ്പോൾ ഇവിടുത്തെ LCM എന്താണ്, LCM ഈസ് ഈക്വൽ ടു 3 × 4 × 5. ഇതാണ് നമ്മുടെ LCM ഈസ് ഈക്വൽ ടു 60. അപ്പോൾ നമുക്കിവിടെ 12 7ൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ 12 7 12 എന്ന് പറയുന്നത് 60 മാറണം. അപ്പോൾ 12 60 മാറണമെങ്കിൽ 4 3 12 കഴിഞ്ഞിട്ട് 5 വരുന്നത്. അപ്പോൾ 4 3 12, ഇത് 12 ആണ്. അപ്പോൾ 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 7 × 5 ബൈ 12 × 5. അപ്പം 12 7ൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ ആക്കി എടുക്കുകയാണ്. പ്ലസ് അതുപോലെ തന്നെ 15 ആണ് ഇവിടെ. 5 3 15, അതിനെ 4 കൊണ്ട് ഗുണിച്ച് 6 കിട്ടും. പോയിട്ട് 4, ഈ 4 കൊണ്ട് 8നെ ഗുണിക്കുക
ബൈ 15 ഇൻറ്റു 4. അതൊക്കെ 12 5 60, 7 5 35 പ്ലസ് 15 4 60, 8 4 32 ഈസ് ഈക്വൽ ടു. നമ്മളുടെ ഛേദം തുല്യമായാൽ, രണ്ട് ഭിന്നസംഖ്യകളുടെ ഛേദം തുല്യമായാൽ അതേ ഛേദം എടുത്തെഴുതുന്നു, പ്ലസ് എന്നിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നു. 35 പ്ലസ് 32 ഈസ് ഈക്വൽ ടു 5 2 7 3 3 6 ബൈ 60 ഈസ് ഈക്വൽ ടു 1 60 7. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്, കഴിഞ്ഞ ഗ്രാഹത്തിൽ നമ്മൾ ചെയ്യുന്നത് 12 പറഞ്ഞ ഡയറക്റ്റ് ലസാഗു എടുത്തിട്ട് നമ്മളിവിടെ ചെയ്തു തന്നു. ഇവിടെ നമ്മൾ LCM ആണ് കാണുന്നത്. കണ്ടിട്ട് എന്താ 12 എന്ന് പറയുന്നതിനെ എന്ത് ചെയ്താൽ ഡിക്കൽഡ് ഫ്രാക്ഷൻ ആക്കി അവിടെ നമ്മൾ അതിൻ്റെ ഛേദങ്ങളെല്ലാം ഒരുപോലെ ആക്കിയിട്ട് അംശങ്ങൾ നമ്മൾ കൂട്ടിയാണ് നമ്മൾ ഈ കണക്ക് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അതോടെ നമുക്ക് നോക്കാം. ഇവിടെ LCM കാണേണ്ട ആവശ്യമില്ല, ലസോ കാണാൻ നമുക്ക് ഡയറക്റ്റ് ചെയ്തു പോവാം. അതെന്താണെന്ന് നോക്കാം. അതിനൊരു സമവാക്യമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. A/B പ്ലസ് C/D ഈസ് ഈക്വൽ ടു B ഇൻറ്റു D, ഛേദങ്ങളുടെ ഗുണനഫലം, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ A ഇൻറ്റു D പ്ലസ് B ഇൻറ്റു C. ഇതാണ് ആ ഇക്വേഷൻ. അതുപയോഗിച്ച് നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ D ഇൻറ്റു D 12 ഇൻറ്റു 15, A ഇൻറ്റു D അപ്പോൾ 7 ഇൻറ്റു 15 പ്ലസ് 12 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 15 7 കൊണ്ട് ഗുണിക്കുക. 7 5 35 5 ശിഷ്ടം 3 7 3 10 പ്ലസ് 12 8 96 ബൈ 12 ഗുണം 15 ഗുണിച്ച് നോക്കുക. 5 2 10 0 ശിഷ്ടം 1 1 5 5 1 6 1 2 2 1 1 0 6 2 8 ശിഷ്ടം 1 180. ഇവിടെ നോക്കിയേ 12 ഗുണം 15 ഗുണിക്കുന്നതിന് നമുക്കൊരു എളുപ്പമാർഗം നോക്കാം. 12 ഗുണം 15 15നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. 15നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 30 കിട്ടും. അപ്പം അവിടെ നിന്നിട്ട് ഈ 12നെ 3 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ 12 3 ഗുണിച്ചാൽ 12 3 360 12 36 0 360 360 പകുതി എത്രയാണ്? 18 അത് 180. അപ്പോൾ നമുക്ക് ഇങ്ങനെയും അത് കണ്ടുപിടിക്കാം. അപ്പോൾ 12 15 നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം 15ന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 30 കിട്ടും. ആ 30ൽ 3 ഉണ്ട്. 12നെ ഗുണിക്കുമ്പോൾ 12 3 36 വരും. ഒരു 0 കൊണ്ട് 360 360 പകുതി 180. അപ്പം 12 ഗുണം 15 എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 180. അപ്പോൾ വീണ്ടും നമ്മൾ ഈസ് ഈക്വൽ ടു 105 96 കൂട്ടുക. 105 96 കൂട്ടുക. അപ്പോൾ 6 5 11 ഇഷ്ടം 9 10 0 ഇഷ്ടം 2 201 ബൈ 180. ഇവിടെ നോക്കുക. 201 2 1 3 8 1 9. അപ്പോൾ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. അത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വെട്ടിക്രിയാൻ പോവാം. നോക്കാം. ഇവിടെ 6 3 18 3 കിട്ടുന്ന 6 3 18 12 20 ഇല്ല 2 ബാലൻസ് വരും. 2 1 21 വരും. അപ്പോൾ 21നകത്ത് 7 3 21. ഇവിടെ 6 3 18 0. അപ്പം 60 67. ചെറുതാക്കും 1 60 67 എന്ന് കിട്ടും. സോറി 1 67 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 12 7 അധികം 15 8 എന്ന് പറയുന്ന ആ രണ്ട് ഭിന്നസംഖ്യകളെ നമ്മൾ 3 തരത്തിലാണ് ചെയ്തത്. ഒന്ന് ലസാഗു ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, LCM ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ LCM തന്നെ ഉപയോഗിച്ചുവെങ്കിലും അതിന് ഇക്വൽഡ് ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഛേദങ്ങൾ തുല്യമാക്കിയിട്ട് അംശങ്ങൾ നമ്മൾ കൂട്ടി ആ മെത്തേഡ് കണ്ടുപിടിച്ചു. മൂന്നാമത് നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തു. അപ്പം ഈ 3 മെത്തേഡും ഒരു കണക്കിൽ നിന്ന് 3 മെത്തേഡും നമ്മൾ പഠിച്ചു.
ആ 3 മെത്തേഡും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിലേതാണ് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകാൻ സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ചിട്ട് ആ കണക്ക് അതനുസരിച്ച് പല കണക്കുകളും പല നമ്പേഴ്സും ഇട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഭിന്നസംഖ്യകളുടെ ക്രിയകൾ വന്നാൽ അത് വളരെ സമയലാഭത്തോടെ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ച 3 കണക്ക് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ പഠിക്കരുത്. മാത്രമല്ല നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.